ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ് തയ്യാറാക്കിയാലോ. ഈ ഉപ്മാവെന്ന് പറയുമ്പോഴേ പലർക്കും ഇഷ്ടമല്ലെന്നറിയാം. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് റവയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു വലിയ സവാളയുടെ 1/4 ഭാഗമാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം 1 ടീസ്പൂൺ ഇഞ്ചിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 6 കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ഉണക്കമുന്തിരിയുമാണ് പ്ലേറ്റിലെടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം. 250 ml കപ്പിന് 1 കപ്പ് റവയാണ് ഞാൻ എടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തീ കൂട്ടി വെക്കരുത്. ഇത് ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്നും വറുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാകും. ഉപ്പുമാവ് പല രീതിയിൽ തയ്യാറാക്കാം. ആദ്യം സവാളയും പച്ചമുളകും ഒക്കെ വഴറ്റിയെടുത്ത ശേഷം വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ റവ ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സവാളയും പച്ചമുളകും ഒക്കെ വഴറ്റിയ ശേഷം റവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വീതം വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതുകൊണ്ട്. പിന്നെ ഇതിൽ ചിലർ തേങ്ങ ചേർക്കാറുണ്ട്, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്ന രീതികളുണ്ട്. പക്ഷെ ഞാനിവിടെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല. ഇതിപ്പോൾ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഉപ്മാവ് തയ്യാറാക്കാനായിട്ട് ഒരു കടായിൽ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തത്. വെജിറ്റബിൾ ഓയിലിന് പകരം വെളിച്ചെണ്ണയിലോ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഉപയോഗിച്ചിട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ 1/4 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഈ ഉഴുന്നുപരിപ്പ് ചേർക്കുമ്പോൾ ഉപ്മാവ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 കാഷ്യൂ നട്ട്സ് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കരുത്, നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഉപ്പ് അല്പം ഒന്ന് മുന്നിട്ട് നിൽക്കണം. ഈ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന റവയ്ക്കനുസരിച്ച് വ്യത്യാസം വരും. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരുന്ന റവ കുറച്ച് വീതം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ റവ ചേർത്ത് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഒട്ടും തന്നെ കട്ട കെട്ടാതെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് റവ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും വെള്ളം എത്തത്തക്ക രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചെറിയ തീയിലാണ് 2 മിനിറ്റ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ ചൂടുള്ള അടുപ്പിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്പൂൺ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പലർക്കും ഉപ്മാവിൽ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുന്നത് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതിലുണ്ടായിരുന്ന കട്ടകളൊക്കെ മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു പഴവും പഞ്ചസാരയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഈ ഉപ്മാവ് കഴിക്കാനായിട്ട്. ചിലർക്കിത് ചട്നിയുടെ കൂടെ കഴിക്കാനായിരിക്കും താല്പര്യം. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉപ്മാവ് ഒന്ന് തയ്യാറാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.